സൗദിയിലൂടെ റെയിൽ റോഡ് എന്ന സ്വപ്നം അരികത്തേക്ക് എത്തുകയാണ്. ഈ റെയിൽ റോഡിലൂടെ യാഥാർത്ഥ്യമാകുന്നത് അറബ് രാജ്യങ്ങളെല്ലാം ഒരു ലോകം ഒരു ജനത എന്ന ആശയത്തിലേക്ക്. ഇന്ത്യയിലെ പ്രമുഖ തുറമുഖങ്ങളാണ് കണ്ട്ല, മുന്ദ്ര തുറമുഖങ്ങൾ. ഈ തുറമുഖങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി യുഎഇയിലെ ഫുജറ, ഖലീഫ തുറമുഖങ്ങളുമായും സൗദിയിലെ തുറമുഖങ്ങളായ ദമാം, റാസൽ അൽ ഖൈറുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. റെഡ് സീ, സോയൂസ് കനാൽ എന്നിവയിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് ആക്കം കൂട്ടുന്നതും അതിന് സഹായകരവുമാണ് ഈ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി. ചൈനയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആഗോള ചരക്ക് നീക്കത്തിന് ഏറെ സഹായകരമായിരിക്കും ഈ സാമ്പത്തിക ഇടനാഴി. ഇന്ത്യയിൽ നിന്നും യുഎഇ വഴി യൂറോപ്പിലേക്ക് ഇടനാഴി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടിയാലോചനയ്ക്കായി ഏപ്രിൽ 22-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിക്കുകയാണ്. ഈ പദ്ധതി നടപ്പാക്കുന്നതിന് സൗദി അറേബ്യയുമായി തന്ത്രപ്രധാന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനാണ് പ്രധാനമന്ത്രിയുടെ ഈ കൂടിയാലോചനാ യോഗം. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴിയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ് സൗദി അറേബ്യ വഴി നടപ്പാക്കുക. സൗദിയിലൂടെ റെയിൽ റോഡ് എന്ന നിലയ്ക്കായിരിക്കും ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇടനാഴി കടന്നുപോവുക. 2023 സെപ്റ്റംബറിൽ ഈ പദ്ധതി പ്രഖ്യാപിച്ചതിനു ശേഷം ഇതിന് ആവശ്യമായ ഊർജിത നടപടി അതിനുശേഷം ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി മോദിയുടെ സൗദി സന്ദർശനത്തിൽ ഇക്കാര്യം ചർച്ചയാകും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക എന്ന് അറിയുന്നു. ഇതിനിടെ സൗദിയുമായി ഊർജ്ജ കരാറും സൗദിയുടെ ഇന്ത്യയിലെ ബിസിനസ് നിക്ഷേപ സാധ്യതകളും കൂടി ചർച്ചാ വിഷയമാകും. ചൈനയെ കിഴക്കൻ ഏഷ്യയുമായും യൂറോപ്പുമായും ബന്ധിപ്പിക്കുന്ന റെയിൽ റോഡ് ഇടനാഴി ചൈനയുടെ സാമ്പത്തിക ശക്തിക്ക് കരുത്തേക്കുന്ന പദ്ധതിയാണ്. ഇതിന് ബദലായാണ് ഇന്ത്യ യൂറോപ്പുമായി ഗൾഫ് രാജ്യങ്ങളിലൂടെ കടന്നുപോകുന്ന റെയിൽ റോഡ് പദ്ധതി സൃഷ്ടിക്കാൻ ഒരുങ്ങുന്നത്. US, ഇറാനുമായും സൗദി രാജാവുമായും സമാധാന ചർച്ചകൾക്ക് ആക്കം കൂട്ടിവരികയാണ്. ഇത് പ്രാദേശിക സുസ്ഥിരതയ്ക്ക് കൂടി സഹായകരമാവും. നേരത്തെ സൗദിയും ഖത്തറും കുവൈത്തും ഈ സമാധാന ചർച്ചകളോട് പുറം തിരിഞ്ഞു നിന്ന രാജ്യങ്ങളാണ്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വന്നാൽ ഹിന്ദുക്കളും മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ അകലം കുറയും. അവർ ഒന്നായി സഹകരിച്ച് നീങ്ങും. ഇസ്രയേലും മുസ്ലിം രാജ്യങ്ങളുമായുള്ള സകല പിണക്കവും തീരാൻ അതൊരു സാഹചര്യം സൃഷ്ടിക്കും. ഇതോടെ അറബ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള എല്ലാ പിണക്കവും തീർന്ന് ഒരുപക്ഷെ സമാധാനത്തിൽ ഒന്നിക്കും. അങ്ങനെ വന്നാൽ ഹമാസ്, ഹിസ്ബുള്ള, IS, അൽ ഖ്വയ്ദ തുടങ്ങിയ ഭീകര സംഘടനകളുടെ പ്രാധാന്യം മുസ്ലിം മതത്തിൽ നിന്ന് തന്നെ ഇല്ലാതാകുമെന്നുള്ള ദീർഘവീക്ഷണവും ഇതിന് പിന്നിലുണ്ട്. നരേന്ദ്രമോദിയും ഇന്ത്യയും ഉയർത്തുന്ന വസുധൈവക കുടുംബവും വിശ്വ പൗരന്മാരും ഒരു ലോകം ഒരു ജനത, ഈ ആശയങ്ങളൊക്കെ ഇസ്ലാം വിരുദ്ധമെന്നാണ് ഹമാസിന്റെ കണക്കുകൂട്ടലുകൾ. ഇന്ത്യയും G20യും ഉയർത്തിയ ഈ ആശയം ലോകത്ത് ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് എതിരാകും. ഹമാസ്, IS, താലിബാൻ തുടങ്ങിയ എല്ലാ മുസ്ലിം ഭീകര സംഘടനകളും പ്രവർത്തിക്കുന്നത് ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ മാത്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. 2040ഓടെ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ അറബ് രാജ്യങ്ങളും ഇന്ത്യയും യൂറോപ്പും ഇസ്രയേലും സംബന്ധിച്ചുള്ള ഈ റെയിൽവേ ട്രാക്കും ട്രെയിനും ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ മതവും ഒന്നായി കൈകൊടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങും, സഹകരണം വർദ്ധിക്കും. അങ്ങനെ വന്നാൽ ഇസ്ലാം ഭീകരന്മാരുടെ പ്രഖ്യാപിത നീക്കങ്ങൾക്ക് തടസ്സമാകും എന്നും അമേരിക്കൻ ഏജൻസികൾ വിലയിരുത്തുന്നുണ്ട്. ചൈനയുടെ സിൽക്ക് റോഡിനെ തകർക്കുന്ന ഈ മഹാപദ്ധതിയിൽ കൈകോർക്കുന്നത് ഇന്ത്യ, സൗദി, UAE, അമേരിക്ക, ബ്രിട്ടൻ, കുവൈറ്റ് രാജ്യങ്ങൾ എന്നിവയാണ്. ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ കയറിയാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലെത്താം, യൂറോപ്പിലും UK-യിലും എത്താം. തുടക്കം ഇന്ത്യയിൽ നിന്നും ട്രെയിൻ, അവസാന സ്റ്റോപ്പ് ബ്രിട്ടന്. ചുരുങ്ങിയത് 10 രാജ്യങ്ങളിലൂടെയെങ്കിലും ഈ ട്രെയിൻ സർവീസ് കടന്നു പോകുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ഇടനാഴിയും ചരക്ക് നീക്കവുമായി ഇത് മാറും. അറബ് രാജ്യങ്ങൾ ഒരു ലോകം ഒരു ജനത എന്ന ആശയത്തിലേക്ക് വരുന്നതിനെ അനുകൂലിക്കുകയാണ് ഇപ്പോൾ ഈ ഇടനാഴിയിലൂടെ സംഭവിക്കുക. ഇസ്ലാമിനെ എന്നും വിഭജിച്ച് നിർത്തുന്ന മറ്റു മതക്കാരോടുള്ള കാഫർ നയത്തിന് മുൻതൂക്കം നൽകുന്ന ഭീകരവാദ സംഘടനകൾക്ക് ഇത് ഒരു അടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ കീഴിലുള്ള തുറമുഖങ്ങൾ 9 എണ്ണമാണ്. അതായത് 9 അന്തർദേശീയ തുറമുഖങ്ങളിൽ ഈ റെയിൽ പാത കടന്നുപോകും. ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് UAE-യിലെ ഫുജൈറയിലേക്ക് കപ്പൽ മാർഗം ചരക്കെത്തിക്കാം. അവിടെ നിന്ന് ചരക്കെത്തുക ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്താണ്. ഇസ്രായേൽ ടച്ച് ചെയ്താണ് ഗൾഫിൽ നിന്നും യൂറോപ്പിലേക്ക് ഈ പാത പോകുന്നത്. ഒരു ചെറിയ രാജ്യമായി ഇസ്രായേലിന്റെ കുതിച്ചുചാട്ടത്തിനും ഈ പാത വഴിയൊരുക്കും. എന്തായാലും ഇപ്പോൾ അതിനെ തുടർന്നുള്ള അതിനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ചർച്ചകൾ തുടരുകയാണ്. ആ ചർച്ചയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യയിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്തൊക്കെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനും ഒപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടെ ഒരുമയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.